ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് സിഡ്നിയിൽ വന്നിരിക്കുകയാണ് 3 മാസത്തിന് ശേഷം. അപ്പോൾ ഇനി ബാക്ക് ടു അഡൾട്ട് ലൈഫാണ്. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുവാണ്, ഒറ്റയ്ക്കെല്ലാം ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിഡ്നിയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഒന്നുമില്ല, ഞാൻ ഇതുവരെ പെട്ടി ഒന്നും അൺപാക്ക് ചെയ്തില്ല കേട്ടോ. മെനഞ്ഞാന്നേ വന്നതായിരുന്നു, പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു, പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ പെട്ടിയൊക്കെ ഇനി അൺപാക്ക് ചെയ്ത് അതാത് സ്ഥലത്തെടുത്ത് വെക്കണം. പിന്നെ വീടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ആക്ച്വലി ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാം വൃത്തിയാക്കിയിട്ടൊക്കെ പോയതാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് പുള്ളി ഇവിടെ ഒരു കംപ്ലീറ്റ് മെസ്സാക്കി ഇട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ വിചാരമൊക്കെ തെറ്റിച്ച് കേട്ടോ. അപ്പം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്ന പൊടികളൊന്നും പുള്ളി കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെയാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള പരിപാടി. ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. എന്തോ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പ് കേട്ടോ. തണുപ്പ്, വിൻ്റർ സീസൺ തുടങ്ങാൻ പോവാണല്ലോ. അപ്പോൾ അധികം തണുപ്പൊന്നും ആയില്ല, പക്ഷേ നല്ല രാവിലെയും രാത്രിയിലും അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് മടിയുണ്ട്. അതൊക്കെ മാറ്റി പണിയിലേക്ക് കിടക്കാൻ കുറച്ച് ലേറ്റായി. ഇപ്പം സമയം 10 മണി കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കട്ടെ. അതിന് ശേഷം ബാക്കി പണികൾ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളിയല്ലേ? പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസും ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സും എന്താ പറയുക, ബുൾസായ്, പിന്നെ ഒരു ടോസ്റ്റും ആണ് കേട്ടോ. അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ വേഗം പോയി കഴിക്കട്ടെ. സമയം ഇപ്പം 11 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, പാത്രങ്ങളും കഴുകി വെച്ചു. ഇനി ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് മതി ബാക്കി പരിപാടി എന്ന് വിചാരിക്കുകയാണ്. കാരണം ആ ലഞ്ചിൻ്റെ സമയമാകുമ്പോഴത്തേനും ഒന്നും റെഡി അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ചങ്ങ് മടിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് മാരിനേറ്റ് ആയിട്ടിരിക്കുമല്ലോ. എന്നിട്ട് പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്യാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. തറയിൽ വീണു, കയ്യും പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇപ്പം ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അതെനിക്കുണ്ട്. എന്താ പറയുക, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, കുറേ കാര്യം ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോട്ടെ. അടുത്ത വീക്ക് മുതൽ ഒരു റുട്ടീനൊക്കെ കൊണ്ടുവരാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ എന്നെ അങ്ങ് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു അയവ് ഞാൻ കൊടുത്തിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. സാധാരണ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ മാക്സിമം ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് പാൻ ഫ്രൈ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്യുവാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഇപ്പം. മാരിനേഷനിലും ഞാൻ സ്വല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം സാധാരണ ഞാൻ എല്ലാ പൊടികളും ഇടാറുണ്ട് കേട്ടോ, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതൊക്കെ. അപ്പം ഞാൻ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് തുണി ഞാൻ രാവിലെ വാഷ് ചെയ്യാനിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വിരിച്ചിടണം. അപ്പോൾ അതാണ് കേട്ടോ അടുത്ത പരിപാടി.
അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല മടിയാവുന്നു കേട്ടോ. എനിക്ക് വാർഡ്രോബ് വൃത്തിയാക്കാനേ തോന്നുന്നില്ല. പക്ഷേ ഇനി മടി പിടിച്ചിട്ടൊരു കാര്യമില്ല. കാരണം വിൻ്റർ സീസൺ തുടങ്ങിയില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വാർഡ്രോബ് വിൻ്റർ ക്ലോത്ത്സുമായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതുകൊണ്ട് എന്നാൽ മാത്രമേ എനിക്ക് പ്രോപ്പർ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റൂ. ഇപ്പം ഈ ഒരു ഉച്ച സമയത്ത് കുഴപ്പമില്ല, പക്ഷെ രാവിലെയും രാത്രിയും നല്ല തണുപ്പുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടണം. അത് ചെയ്യണമെങ്കിൽ വാർഡ്രോബ് നമ്മൾ വിൻ്റർ ക്ലോത്ത്സുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ പെട്ടി അങ്ങ് അൺപാക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം എന്നങ്ങ് വിചാരിക്കുകയാണ്. കാരണം ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. സോ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്തുള്ള സമ്മർ ക്ലോത്ത്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വിൻ്റർ ക്ലോത്ത്സ് മാത്രം എടുത്ത് അകത്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പെട്ടിയിൽ ഫുള്ള് നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ ഫുള്ള് സമ്മർ ക്ലോത്ത്സാണ് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ വെക്കാം. ഇതിനകത്തുള്ളതുകൂടെ എടുത്ത് പെട്ടിയിൽ വെച്ചിട്ട് പുറത്തിരിക്കുന്ന വിൻ്റർ ക്ലോത്ത്സൊക്കെ എടുത്ത് ഈ വാർഡ്രോബിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇപ്പം അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമ്പം ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ വെച്ചിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അധികം കാര്യമായിട്ടുള്ള മെസ്സൊന്നും ആക്കാതെ വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറവുണ്ട് കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചൂടത്തിടുന്ന ഡ്രസ്സും എടുത്ത് അകത്ത് വെക്കാൻ പറ്റൂല. കാരണം സിഡ്നിയാണ്, അൺപ്രഡിക്റ്റബിൾ വെതറാണ്. ചിലപ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് പുറത്തിറങ്ങിയാൽ ശരിയാവത്തില്ല. അപ്പം എല്ലാത്തിനും പറ്റിയ ഡ്രസ്സ് പുറത്ത് വെക്കണം. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡാണ്. അപ്പോൾ തൽക്കാലം എല്ലാ ക്ലോത്ത്സും എടുത്ത് വെക്കാനുള്ള സ്ഥലം ഇതിനകത്തില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം ഒരു മീഡിയം ഡ്രസ്സൊക്കെ എടുത്ത് 2 സമയത്തും ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ജാക്കറ്റ്സൊക്കെ എടുത്ത് പുറത്ത് വെക്കും. പിന്നെ വളരെ നൈസായിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഉണ്ടല്ലോ സമ്മറിൽ ഇടാൻ പറ്റുന്ന, അതൊക്കെ എടുത്ത് അകത്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ എടുത്ത് പെട്ടിക്കകത്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വാർഡ്രോബിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് ആ സെയിം പെട്ടി തന്നെ അങ്ങ് മടക്കി വെക്കുവാണ്. ട്രഡീഷണൽ വെയേഴ്സും എല്ലാം ഞാൻ അങ്ങ് അകത്ത് വെക്കുവാണ്. കാരണം തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു ഓണമൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ സമയം ഇപ്പം 2 മണി കഴിഞ്ഞു. ഞാൻ പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്തു, വാർഡ്രോബൊക്കെ ശരിയാക്കി. ഇനി അടുത്തത് ലഞ്ച് കഴിക്കണം. സമയം 2 മണിയായി, വിശക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു മൂഡും ഇല്ല. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉണ്ടാക്കാൻ തന്നെ ചെയ്യണം. കാരണം വിശപ്പാണല്ലോ മുൻപേ നിൽക്കുന്നത്. അപ്പം ഫ്രിഡ്ജിൽ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ച് ഒരു തട്ടിക്കൂട്ട് പുലാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു റൈസും പിന്നെ ചിക്കൻ പാൻ ഫ്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ലഞ്ച്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. ആക്ച്വലി ഇന്നലെയും ഞാൻ ഈ ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് കുറച്ച് ഫ്ലോപ്പായി പോയി. കാരണം ഉപ്പ് അല്പം കൂടിപ്പോയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുക്കർ ഇവിടെ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കുറച്ച് കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ശരിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്.
എൻ്റെ ക്വിക്ക് ആൻഡ് അത്ര അൺഹെൽത്തി അല്ലാത്ത ലഞ്ച് ഇവിടെ റെഡിയാണ്. കണ്ടാ, സൂപ്പർ അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി, വെറും 30 മിനിറ്റ്സ് കൊണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നേനെ. സോ ഞാൻ ലഞ്ച് പോയി കഴിക്കട്ടെ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 5:20. ഞാൻ ഇനിയിപ്പം ഇവിടേക്ക് ഒന്ന് വാക്യൂം ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. നല്ല കിടന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ഉറക്കം വന്നു, ഉറങ്ങിപ്പോയി. കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, ഹാർഡ്ലി ഒരു 10 മിനിറ്റ്സ് അത്ര മാത്രം കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നല്ല സുഖം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും. ഇപ്പം ഞാനിവിടേക്ക് ഒന്ന് വാക്യൂം ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ വാക്യൂം ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി 5:45 കേട്ടോ. അപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നു. ഇനിയൊന്നുമില്ല, ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കണം, ഡിന്നർ ഉണ്ടാക്കണം കേട്ടോ. അത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോയിൽ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അത് സക്സസ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!